നമസ്കാരം. മലേഷ്യ സിംഗപ്പൂർ ബോർഡറായ ജെബിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് മലേഷ്യ തായ്ലൻഡ് ബോർഡറായ തുംപാറ്റ് എന്ന സ്ഥലത്തേക്ക് ട്രെയിനിൽ ഒരു യാത്ര പോവുകയാണ്. ഈ ജെബിയിൽ എത്തിക്കഴിഞ്ഞാൽ സിംഗപ്പൂരിന്റെ നല്ലൊരു കാഴ്ച കാണാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാൽ നല്ല കിട്ടിലും വ്യൂ ആണ് കിട്ടുക. ആദ്യം നമുക്ക് അത് കാണാൻ പോവാം. സിംഗപ്പൂരിന്റെ മനോഹരമായ ഒരു കാഴ്ച കാണണമെങ്കിൽ ഈ കാണുന്ന കെട്ടിടത്തിന്റെ 34-ാമത്തെ നിലയിലേക്കാണ് കയറേണ്ടത്. മെനാറ ജെയ്ലാൻഡിന്റെ 34-ാമത്തെ നിലയിലാണ് ഞങ്ങളുള്ളത്. മലേഷ്യയിലെ ജെബി നഗരത്തിന്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാനായി സാധിക്കുന്നത്. ഇനി നേരെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അതാ സിംഗപ്പൂർ എന്ന രാജ്യത്തിന്റെ നല്ലൊരു കാഴ്ച കാണാം. വളരെ അടുത്താണിപ്പോൾ സിംഗപ്പൂർ എന്ന ഒരു ചെറിയ രാജ്യം. സിംഗപ്പൂരിലെ വുഡ്ലാൻഡ്സിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാനായി സാധിക്കുക. പിന്നെ ഇവിടെയാണ് ജെബി സെൻട്രൽ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ഇവിടെയാണ്. സിംഗപ്പൂരിലേക്ക് പോകുമ്പോൾ ചെക്കിംഗ് ഒക്കെ ഉള്ളത് ഇതാ ആ ഭാഗത്താണ്. ഇതാണ് നേരെ സിംഗപ്പൂരിലേക്കുള്ള ഒരു റോഡും റെയിൽ ട്രാക്കൊക്കെ. ഇത്രയും കിടിലൻ വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ കയറിയാൽ കിട്ടുക. അതായത് സിംഗപ്പൂർ രാജ്യത അങ്ങവിടെ മുതൽ ഇങ്ങനെ ഇതാ അങ്ങവിടെ വരെ വ്യാപിച്ച് കിടക്കുന്നതൊക്കെ സുഖമായിട്ട് കാണാം. പിന്നെ അവിടെയൊക്കെ വലിയ വലിയ കപ്പലുകളൊക്കെയാണ് കാണാനായി സാധിക്കുന്നത്. ഞങ്ങളിപ്പോൾ താഴെ ഇറങ്ങിയേ. ഇപ്പം നല്ല മഴയാണ് ഇവിടെ. ഇത് ജെബി സിറ്റി സെൻറ്റർ ആണ്. ഇതുവഴി തന്നെയാണ് ഇനിയിപ്പോൾ നേരെ നടന്ന് ജെബി സെൻട്രലിലേക്ക് പോകാനുള്ളത്. അവിടെ നിന്നാണ് രാത്രിയിൽ ഇനിയിപ്പോൾ പോകാനുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇതുവഴി കയറി ഇങ്ങനെ പോവാം. JBCCൻ്റെ അകത്ത് കയറിയേ. ഇതൊരു 1.5 മാള് തന്നെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം വഴിയൊക്കെ നടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും ടീഷർട്ടുകളാണ്. 10 റിംഗറ്റൊക്കെയാണ് ഒരു ടീഷർട്ടിനൊക്കെ ഇവിടെ വരുന്നത്. ഇത് സിംഗപ്പൂരിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ നമ്പറും സമയമൊക്കെയാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇന്ന് നമുക്ക് പോകാനുള്ള KTM ഇൻട്രസിറ്റി ഇതാ ജെബി സെൻട്രലിൽ നിന്ന് രാത്രി 9:05 ഇതാണ് നമ്മുടെ ട്രെയിൻ നിർത്തുന്ന ആ ഒരു സ്റ്റേഷൻ്റെ സമയമൊക്കെ ഉള്ളത്. നിങ്ങൾ പോയി തുംപാറ്റിൽ ഉച്ചക്ക് 1:35 എത്തും. അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉള്ള ആ ഒരു സമയം കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. തുംപാറ്റിൽ നിന്ന് അങ്ങനെ എടുത്ത് തിരിച്ചിതാ ജെബി സെൻട്രലിലേക്ക് എത്തുന്ന ആ ഒരു സമയം. ഇന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. മലേഷ്യയിൽ ഞങ്ങൾ എത്തി. ആദ്യമായിട്ടാണ് രാത്രിയിൽ ട്രെയിനിൽ ഒരു യാത്ര പോകുന്നത്. ഈ ട്രെയിൻ ഒരുപാട് പ്രത്യേകതയുണ്ട്. മലേഷ്യയിലെ ഏക ഓവർനൈറ്റ് ട്രെയിനാണിത്. അതുപോലെ തന്നെ ഏറ്റവും ദൂരത്തിലോടുന്ന ഒരു ട്രെയിനാണ്. AC സ്ലീപ്പർ ഉള്ള ഒരു ട്രെയിനാണ്. ഈ ട്രെയിനെ പറയുന്ന പേര് ജംഗിൾ ട്രെയിൻ എന്നൊരു പേരിലും കൂടിയാണ്. ഇവിടുന്ന് രാത്രി 9:05 ട്രെയിൻ പുറപ്പെടുക. ഒരുപാട് സമയമുണ്ട്. ഇപ്പം 6 മണി പോലും ആയിട്ടില്ല. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് ഇതാ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ അരമണിക്കൂർ മുന്നെയാണ് ബോർഡിംഗ് ഇവിടെ ആരംഭിക്കുക. QR കോഡ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ സ്കാൻ ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. സ്കാനായി. ഇനിയിപ്പോൾ നേരെ താഴേക്ക്. അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 2 ഇതാ വരികയാണ്. ഇതാണ് നമുക്കിന്ന് പോകാനുള്ള ഇൻട്രസിറ്റി, KTM ഇൻട്രസിറ്റി. പ്ലാറ്റ്ഫോമിലേക്കൊക്കെ ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ അത്രയും അരമണിക്കൂർ മുമ്പ് മാത്രമേ എൻട്രി ചെയ്യുള്ളൂ. നമുക്കിതിൻ്റെ മുൻഭാഗത്തേക്ക് പോകണം. നമ്മുടെ കോച്ച് ഇവിടെ നിന്നല്ല, നേരെ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാലോ. T5Z ആണ് നമ്മുടെ കോച്ച്. വണ്ടിയൊക്കെ അടിപൊളിയാണിതാ. ഇതേപോലുള്ളൊരു കോച്ചിലാണ് നമുക്കിന്ന് യാത്ര. അതറിയാം. ഇത് X ആണ്. ഇത് T5. ഇത് ഓരോന്നുണ്ട് ഇതില്. ഈ പ്ലാറ്റ്ഫോമിന്റെ ഈ ഭാഗത്തെ വൃത്തിയൊക്കെ കണ്ട അടിപൊളിയല്ലേ. പിന്നെ ഇതിൽ തന്നെ സ്ലീപ്പർ കോച്ച് ഉണ്ട്. അതേതാണ്? ഇതല്ല, ഇതും നല്ല സ്ലീപ്പർ. ഇതിപ്പോൾ കുറേ ആയല്ലോ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. സ്ലീപ്പർ കോച്ച് ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു സ്ലീപ്പറിൻ്റെ ഒക്കെ അകത്തെ വ്യൂ എങ്ങനെയാണെന്ന് അറിയണം. ഇത് T3. എനിക്ക് തോന്നുന്നു നമ്മുടെ കോച്ച് ഇങ്ങോട്ടല്ല, പുറകിലേക്ക് തന്നെയാണ്. ഇപ്പോൾ T3 ഇങ്ങോട്ടായില്ലേ. എന്തായാലും മുഴുവനായിട്ടൊന്ന് കാണാം. ഇവിടെ വരെ ട്രെയിനുള്ളൂ.
ഇതുമല്ല സ്ലീപ്പർ, ഇതുമല്ല കേട്ടോ, ഇതും സിറ്റിങ് തന്നെയാ. ഇതിപ്പോ ട്രെയിനിന്റെ ഏറ്റവും അവസാനായി ലാസ്റ്റ് കോച്ച്. ഇതിന്റെ ഫസ്റ്റ് ക്ലാസ്. മലേഷ്യൻ റെയിൽവേയുടെ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് നമുക്കൊന്ന് കയറാം. T6 എന്നൊരു കോച്ചാണ് ഇത്. സ്ലീപ്പർ ക്ലാസിന്റെ അകത്തിതാ ഇങ്ങനെയാണ്. ഇവിടെയും ബെർത്തുകൾ കാണാം. സിംഗിൾ ബെർത്തുകളാണ്. ഈ ഭാഗത്തും സിംഗിൾ ബെർത്ത് തന്നെയാണ്. അത്യാവശ്യത്തിന് നല്ല കംഫർട്ടബിൾ കോച്ച് തന്നെയാണ് കേട്ടോ. കർട്ടനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പ്രൈവസിക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർട്ടനുകൾ തന്നെയാണ് മെയിനായിട്ട്. ഇതൊക്കെ ഫുള്ള് തന്നെയാണ്. ശരിക്കും ഇങ്ങനെയുള്ളൊരു ബെർത്തായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ വെള്ളം വെക്കാനുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റീഡിങ് ലൈറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. നവി, ഇത് കിട്ടണമായിരുന്നു അല്ലേ? ഭാഗ്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നേരത്തെ ടിക്കറ്റ് ഒക്കെ തീർന്നു പോകും. ഈ ട്രെയിനിൽ തന്നെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്, അതായത് ഒരു റെസ്റ്റോറൻറ്റ്. അതിതാണ്. ഇതിൻ്റെ അകത്ത് ടേബിളൊക്കെ ഉണ്ട്, ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. നമുക്ക് എന്തായാലും ഇങ്ങോട്ടൊക്കെ വരാം. T5Z. ഈ കോച്ചിൽ ഞങ്ങളുടെ സീറ്റ് ഉള്ളത് ദേ ഇവിടെയാണ്. അതായത് 15C-യും 15D-യും. നല്ലൊരു സ്ഥലത്ത് തന്നെ സീറ്റ് കിട്ടിയല്ലേ നവി? അതായത് ഈ ഒരു ഭാഗത്ത് തന്നെ സുഖമായിട്ട് കാലൊക്കെ നിവർത്താൻ പറ്റും. ഇത് പുഷ് പാക്കിംഗ് സീറ്റാണോ നവി? താഴോട്ടാക്കി നോക്കിയേ, അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇന്ന് നൈറ്റ് സുഖമായിട്ട് ആരുടെ ശല്യം ഇല്ലാത്ത സുഖമായിട്ട് കിടക്കാം അല്ലേ? സ്ലീപ്പർ ക്ലാസ് കിട്ടിയില്ലല്ലോ അല്ലേ? ഒരുപാട് ആശിച്ചാണ്, പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു മണ്ടത്തരം പറ്റിയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ പറയാം. ഈ കോച്ചിൽ ആകെ ചാർജിങ് പോയിന്റ് ഉള്ളത് ഇത് കാണുന്ന ആ ഒരു ഭാഗത്താണ്. ഇതൊരെണ്ണം മാത്രമേ ആകെ ഉള്ളൂ. നമ്മുടെ പഴയ ഉത്കൃഷ്ട കോച്ചിലൊക്കെ കാണുന്ന ഒരു പരിപാടി പോലെ തന്നെയാണ്. അതായത് ഡോറിന്റെ ആ ഒരു ഭാഗത്ത്. ഈ ട്രെയിൻ പോകുന്ന റൂട്ട് നമുക്കൊന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന JB എന്ന് പറയുന്നത് ജോഹർ ബാറു എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. നേരെ പോകുന്നത് തുമ്പാറ്റൊക്കെ വരുന്നത് കേലാന്തം എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കാണ്. 725 കിലോമീറ്റർ ആണ് ഈ ട്രെയിൻ ഓടുന്നത്. അതായത് ഇന്നിപ്പോൾ രാത്രി കയറി കഴിഞ്ഞാൽ നാളെ ഉച്ചയാകുമ്പോൾ എത്തുള്ളൂ. കൂടാതെ തന്നെ ഈ മലേഷ്യന്റെ കിഴക്കൻ ഭാഗത്തു കൂടിയാണ് ഈ ഒരു ട്രെയിനൊക്കെ കടന്നു പോകുന്നത്. ഒരുപാട് എന്താ പറയുക, ഫോറസ്റ്റ്, അതായത് വനപ്രദേശങ്ങൾ വഴിക്ക് കടന്നു പോകുന്നതുകൊണ്ടാണ് ഇതിനെ ജംഗിൾ ട്രെയിൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇതിന് 44 റിങ്കറ്റാണ് ഈ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു ക്ലാസ്സിന് വന്നത്. 44 റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപ ഏകദേശം ഒരു 1040 രൂപയാണ്. സ്ലീപ്പർ ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ 2 മാസം മുന്നേ തന്നെ നേരത്തെ തന്നെ ബുക്കിംഗ് ആയിരുന്നു. ഞങ്ങൾ ഈ ക്ലാസ് തന്നെ ബുക്ക് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതായത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നതിന് ഏകദേശം ഒരു 2 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എനിക്കൊന്ന് കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടിയേനെ. കറക്റ്റ് 9:05 തന്നെ നമ്മുടെ ട്രെയിൻ ഇതാ JB സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളിവിടെ ട്രെയിനിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നേ. ഇവിടെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ചിക്കൻ ബർഗറാണ്. ഞങ്ങൾ 2 ചിക്കൻ ബർഗർ വാങ്ങിച്ച് രാത്രിക്ക് ഇന്നിപ്പോൾ ഇത് കഴിക്കാം. പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള കോച്ചല്ലേ? കുഴപ്പമില്ല, നല്ല അടിപൊളി തന്നെയാണ്. പിന്നെന്താ പറയുക, 4 റിങ്കറ്റാണ് വന്നത് ഒരെണ്ണത്തിന്. പിന്നെ ഇവിടെ വേറെയും ഈ ചെറിയ പാക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതവിടെ പാക്ക് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. ബാക്കി ഇവർക്ക് കിടക്കാനുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ കൊള്ളാം, ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെയൊക്കെ. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ബർഗർ. ഇത് ഓപ്പൺ ചെയ്യാം. ചെറിയ ബർഗറാണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ. ട്രെയിൻ ഇപ്പോൾ ടെമ്പസ് ബാർ എന്നൊരു സ്റ്റേഷനിലെത്തിയ. ഇവിടുന്ന് ഇതാ ട്രെയിൻ എടുക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് വണ്ടി നിർത്തിയത്. നമ്മുടെ ലോക്കോമോട്ടീവൊക്കെ ഡീസലാണ്. നമുക്ക് അവിടെ നിന്നൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എന്തായാലും അത് അതിൻ്റെ കാഴ്ചയ്ക്ക് നാളെ എന്തായാലും കാണാം. ശരിക്കും രാത്രിയിലുള്ള ട്രെയിൻ യാത്ര അടിപൊളിയാണ്.
റോഡുകളൊക്കെ ഇതാ ഇതിലൂടെ തന്നെയാണ്. ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടേണ്ടത് നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള കോച്ചുകളുടെ ഇടയിലാണല്ലോ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ വെക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെ. മലേഷ്യൻ റെയിൽവേസിന്റെ ടോയ്ലറ്റ് ഏരിയ ആണ് ഇത്. പിന്നെ ഈ ഭാഗത്ത് തന്നെയാണ് വാഷ് ഏരിയ വരുന്നത്. വളരെ ചെറിയൊരു ഭാഗമാണ്. പിന്നെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ട്രെയിൻ ഇപ്പോൾ കുലൈ എന്നൊരു സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റായി വണ്ടി നിർത്തിയിട്ട്. സ്റ്റേഷനിൽ നിന്ന് ആൾക്കാരേ ഇല്ല. മെയിൻ കാരണം ടിക്കറ്റുള്ള ആൾക്കാർ മാത്രമല്ലേ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. 10:27 ട്രെയിൻ ഇപ്പോൾ ക്ലോങ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തി കേട്ടോ. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി എത്തിയത്. ഇന്നിനിപ്പോൾ രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി നാളെ രാവിലെ മുതൽ കാണാം. പിന്നെ ഇവിടെ ഈ ട്രെയിനിൻ്റെ ചെറിയൊരു പരസ്യമൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ ട്രെയിൻ നേരത്തെയാണ് എത്തിയത്. ഗുഡ് മോർണിംഗ്. രാവിലെ 7:30 ഗുവാ മുസാങ് എന്നൊരു സ്റ്റേഷനിലേക്ക് എത്തിയേ. ഈ സ്റ്റേഷന് കാണുന്നൊരു കാഴ്ച കണ്ടോ? അങ്ങ് അവിടെ വലിയ മലനിരയാണ്. അതേ മലനിര തന്നെ ഇതാ ഈ ഭാഗത്തും ഉണ്ട്. പിന്നെ ഇതാ രാവിലെ മുതൽ തന്നെ ഇങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. നല്ലൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷൻ. ആ മുകൾ ഭാഗത്ത് എനിക്ക് തോന്നുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണെന്നാണ്. ഇന്നലെ രാത്രിക്കത്തെ ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കയറിയ സമയത്ത് സീറ്റുകളൊക്കെ കണ്ട സമയത്ത് പറഞ്ഞു നല്ല കംഫർട്ടബിൾ ആണെന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ അതൊന്നും അല്ല സംഭവം. കുറച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കിയ സമയത്താണ് എല്ലാം മാറിയത്. ശരിക്കും ഒരു കംഫർട്ടബിൾ ഒന്നും അല്ല. ഉറക്കം വരുന്നേ ഇല്ല. ഞങ്ങളെന്ന് പറഞ്ഞാല് ഉറങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതാ ഈ ഒരു ഭാഗത്ത് ലേറ്റ് കണ്ടോ? അതായത് നമ്മളെ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഇപ്പോൾ ലൈറ്റ് ഓഫ് ആവില്ലല്ലോ. അതേപോലെയാണ് ഈ ഒരു കോച്ച്. ഈ കോച്ചിലെ ലൈറ്റ് ഓഫ് ചെയ്യേ ഇല്ല. ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ള സ്റ്റേറ്റ് കേലാന്തനാണ്. അതായത് തുമ്പാറ്റൊക്കെ ഉള്ള അതേ സ്റ്റേറ്റ്. മുൻഭാഗത്തേക്ക് ഇനി വലിയ വലിയ മലനിരകൾ തന്നെയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബാഗൊക്കെ ഉള്ളത് ഈ ഭാഗത്ത് തന്നെ ഉണ്ടാ. അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ള ആൾക്കാരുടെ ബാഗും കൂടെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നല്ലോണം സ്പേസ് ഉണ്ടല്ലോ. പിന്നെ ഞങ്ങളെ ബാഗ് മുകളിലൊന്നും എടുത്ത് വെച്ചില്ല. ഈ ട്രെയിൻ പോകുന്ന റൂട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിലൂടെ തന്നെ ഒരു റോഡൊക്കെ പോകുന്നതാണ്. ഈ ട്രെയിന് ജംഗിൾ ട്രെയിൻ എന്നാണല്ലോ പറയുന്നത്. ഒരുപാട് കാട് വഴി തന്നെയാണ് കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് ഇതാ ഒരു നദി ക്രോസ് ചെയ്യുകയാണ്. പഴയൊരു പാലായത്. നല്ല ശബ്ദമാണ് ഇരുന്ന്. ഇതാണ് ആ ഒരു നദി.
രാവിലെ ഇനിയിപ്പം ബർഗറൊന്നും കഴിക്കാൻ കഴിയില്ല. ഞങ്ങളൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഇത് കഴിക്കാം. ഇതിലൂടെയൊക്കെ വണ്ടികൾക്കൊക്കെ പോവാം. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ട്രെയിൻ എത്തുന്നത്. കെമോബു ഇവിടെ ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. ഇവിടെ നിന്ന് വലിയൊരു മല, ഇതൊരു വലിയൊരു പാറയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ ശ്രീലങ്കയിലത്തെ ലയൺ റോക്ക് പോലെ തോന്നിക്കുന്നു. വലിയ ഹൈറ്റ് തന്നെയാണ് അത് ഉള്ളത്. ഒമ്പത് 42 ട്രെയിൻ ഇപ്പോൾ ദാബോങ് എന്ന ഒരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ സ്റ്റേഷനോട് ചേർന്ന് തന്നെ ആൾക്കാരൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെയാണിത്. സ്റ്റേഷനിൽ ഇരിക്കേണ്ട ബെഞ്ചുകളൊക്കെ ഇവിടെയാണ്. ഒരുപാട് നേരം ഓടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയത്. ഈ കോച്ചിൻ്റെ ഒരു കളർ തീമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, കുറച്ച് വെറൈറ്റിയാണ്. പിന്നെ മുഴുവൻ കോച്ചുകളും AC തന്നെയാണ്. നമ്മുടെ ഈ ഒരു കോച്ചിൻ്റെ അകത്തെ TT, അതായത് കണ്ടക്ടർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് ഈ ഒരു വണ്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഇവിടുന്ന് വണ്ടി എടുക്കുവാണ്. എന്തൊരു പച്ചപ്പാണെന്ന് നോക്കിയേ. ഈ പാലൊക്കെ പെട്ടെന്ന് കാണുമ്പം വളരെയധികം പഴക്കം തോന്നിക്കുന്നുണ്ട്. അവിടെ മലയുടെ ആ ഒരു കാഴ്ച കാണുന്നില്ലേ? ഇവിടെ റോഡൊക്കെ പോകുന്നുണ്ട്. ഈ റൂട്ടിൽ തന്നെ ഒരുപാട് ടണലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ടണലിലേക്ക് ഇതാ കയറുകയാണ്. ഈ ട്രെയിനിനെ ജംഗിൾ ട്രെയിൻ എന്ന് പറയാൻ കാരണം ഈ ട്രെയിൻ കടന്നു പോകുന്നത് മലേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാഷണൽ പാർക്കായ തമൻ നഗാര വഴിയാണ്. അതിൻ്റെ പരിസര പ്രദേശങ്ങൾ വഴിയും പിന്നെ ഒരുപാട് നിബിഡവനങ്ങൾ വഴിയും കടന്നു പോകുന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് ഈ ട്രെയിൻ വന്നത്. ഇവിടെ ഒരു ക്ഷേത്രം കാണാം. ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കോലാക്രൈ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ. അവിടെ നിലവിലൊരു ട്രെയിൻ ഉണ്ടല്ലോ. ഈ ട്രെയിൻ ഇവിടെ വെയിറ്റിംഗ് ആണ്. നല്ല രസമുണ്ട് ഈ ഒരു വണ്ടി കാണാൻ.
നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഇതിനൊക്കെ പോലെ തന്നെ തോന്നിക്കുന്നൊരു ട്രെയിനും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സ്റ്റേഷൻ. ഇവിടുന്ന് അങ്ങനെ ട്രെയിൻ എടുത്തു. ഈ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമല്ലേ സ്റ്റേഷനിൽ കയറാൻ പറ്റുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. വേണ്ടാത്ത കുറേ ആൾക്കാർ വന്ന് മോശമാക്കുമല്ലോ സ്റ്റേഷനൊക്കെ. അതൊക്കെ ഒഴിവാക്കാം കേട്ടോ. സ്റ്റേഷൻ ഈ ഭാഗം മുഴുവനും ലോക്ക്ഡാണ്, കയറാൻ പറ്റില്ല ഇതുവഴിയൊന്നും. നമ്മുടെ നാട്ടിലും ഇതേപോലൊക്കെ തന്നെ ആക്കണമായിരുന്നു അല്ലേ. ഇവിടെ ഈ ഒരു ഗേറ്റൊക്കെ വെച്ച് അടച്ച് ലോക്കാണ്. ലെവൽ ക്രോസിംഗിലേക്ക് ഇതാ എത്തുകയാണ്. അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. ഈ മലേഷ്യൻ റെയിൽവേസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കോച്ച് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാം. കോച്ച് മാത്രമല്ല, ഇഷ്ടപ്പെട്ട ബെർത്തോ സീറ്റോ അതും സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സീറ്റ് അല്ലെങ്കിൽ ബെർത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് ആരാണ് ബുക്ക് ചെയ്തത് കൂടെ നമുക്ക് അറിയാൻ പറ്റും, ആണാണോ പെണ്ണാണോ എന്ന്. കാരണം അങ്ങനത്തെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത് മലേഷ്യൻ റെയിൽവേസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് വഴിയാണ്. തനാമേറ എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര്. ഇവിടെയൊക്കെ 2 മിനിറ്റാണ് വണ്ടി നിർത്തിയത്. സിറ്റിയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ആ ഒരു വഴിയൊക്കെ അതാ അതിലൂടെയാണ്. ഇനി വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വലിയൊരു പള്ളി കാണാം. റെയിൽ ട്രാക്കിന്റെ അത്ര അടുത്ത് തന്നെയാണ്. ഒന്ന് 5 ട്രെയിൻ ഇപ്പോൾ വഖഫ് ബാറു സ്റ്റേഷനിലേക്ക് എത്തിയേ. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഈ കെലാന്തൻ സ്റ്റേറ്റിന്റെ തലസ്ഥാനം വരുന്നത് കോട്ടാബാറു ആണ്. അതായത് ഇവിടുന്ന് 7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഈ ട്രെയിനിലെ ഭൂരിഭാഗം ആൾക്കാരും ഇറങ്ങിയത് ഈ ഒരു സ്റ്റേഷനിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ചിന്റെ അകത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം. ആരും തന്നെ ഇല്ല, ഞങ്ങൾ 2 പേരും മാത്രം. അതായത് ഇവിടെ വരെയാണ് ഈ ട്രെയിനിൻ്റെ അകത്ത് തിരക്കുണ്ടായത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള തുംപാറ്റ്. നല്ലൊരു അടിപൊളി യാത്ര തന്നെയായിരുന്നു അല്ലേ. അടിപൊളി യാത്രയായിരുന്നു. ഉറക്കം ശരിയായിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ വിഷയം. 1:08 വഖഫ് ബാറു സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തു. നഗരത്തിലേക്ക് പോകാനുള്ള ഒരു വഴി ഇതിലൂടെയാണ്. ഈ ഭാഗത്ത് കൂടുതലും ലെവൽ ക്രോസുകളാണുള്ളത്. റോഡിനോട് ചേർന്ന് തന്നെയാണ് റെയിൽ ട്രാക്ക്.
മലേഷ്യയിലെ ട്രെയിനുകളെ പറ്റി പറയുവാണെങ്കിലുണ്ടല്ലോ KTM എന്നാണ് ഇവിടുത്തെ ട്രെയിനുകൾ അറിയപ്പെടുന്നത്. അത് 3 തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്നാമത് ETS, അതായത് ഇലക്ട്രിക് ട്രെയിൻ സർവീസ് എന്ന് പറയും. അത് തന്നെ ഒരുപാടുണ്ട്. എക്സ്പ്രസ് ഉണ്ട്. നമ്മളന്ന് യാത്ര ചെയ്തില്ലേ കോലാലംപൂരിൽ നിന്ന് ബട്ടർവർത്തിലേക്ക്, ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് അത്. അതുപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെയാണ് വരുന്നത് പ്ലാറ്റിനം, പിന്നെ അതിന്റെ പറഞ്ഞ് ഗോൾഡ്, സിൽവർ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഈ ETS എന്ന് കഴിഞ്ഞതിന് ശേഷം വേറെ വരുന്ന രണ്ടാമത്തത് KTM കൊമൂട്ടറാണ്. നമ്മൾ ബാട്ടുക്കോവിലേക്ക് വലിയൊരു ട്രെയിൻ, അതായത് നമ്മുടെ AC ലോക്കൽ ട്രെയിൻ എന്നൊക്കെ പറയും, അതുപോലെ തന്നെ ഒരു ട്രെയിനാണത്. പിന്നെ മൂന്നാമത് വരുന്നതാണ് എന്താ പറയാ ഈ KTM ഇന്റർസിറ്റി. അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഇതൊക്കെ ആ ഒരു ഇതിൽപ്പെട്ട വണ്ടിയാണ്. ഈ KTM ഇന്റർസിറ്റി എന്ന് പറഞ്ഞാൽ JB സെൻട്രലിൽ നിന്ന് ഗമാത്തിലേക്ക് സർവീസുള്ള ഒരു വണ്ടിയും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ രാത്രി യാത്ര ചെയ്യുന്ന ഈ ഒരു വണ്ടിയുണ്ട്. ഇതിന്റെ ഒരു പേര് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ പേരാണ്. ഈ ട്രെയിനിന്റെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് റാക്കിയാട്ട് തെമുറാൻ എന്നാണ്. ഈ തെമുറാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മലേഷ്യന്റെ കിഴക്ക് ഭാഗത്തെ കൂടെയാണ്, അതായത് ഈസ്റ്റ് കോസ്റ്റ് ലൈൻ വഴിയാണ് പോകുന്നത്. ഈ കിഴക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മലായ് ഭാഷയിൽ തെമൂർ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിൻ ഈ ഒരു പേര് നൽകിയത്. അതുപോലെ തന്നെ നേരത്തെ ക്രോസിങ്ങിന് വേണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ടായില്ലേ ഒരുപാട് വണ്ടികൾ, അപ്പൊ ആ ഒരു സർവീസിന് അറിയപ്പെടുന്നത് ഷട്ടിൽ തെമുറാൻ എന്നാണ്. JB സെൻട്രലിൽ നിന്നും 725 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ തുംപാറ്റ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 1:25 ഇപ്പോ. ഇതാണ് തുംപാറ്റ് സ്റ്റേഷൻ. ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പം സ്കാനിങ് ഒന്നും ഇല്ല കേട്ടോ. നോർമലി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന പോലെ തന്നെ ഇറങ്ങാം. ഇവിടെ ആർക്കും പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് കയറിയിട്ടൊക്കെ വരാം. അപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. തുംപാറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഇവിടുന്ന് തായ്ലൻഡിൻ്റെ ബോർഡർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ട്. ബസ് സർവീസ് കിട്ടുമോന്ന് അറിയില്ല, നോക്കണല്ലേ. ഇവിടുന്ന് തായ്ലൻഡിന്റെ ബോർഡർ വരുന്ന സ്ഥലത്തിന്റെ പേര് പെൻകലാൻ കുബോർ എന്ന് പറഞ്ഞ ഭാഗമാണ്. 10 കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. വണ്ടി കിട്ടുമെന്നൊന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആരെങ്കിലും കണ്ടാല് അവരോട് ചോദിച്ചു നോക്കാം. വണ്ടി കിട്ടിയില്ലെങ്കിൽ പിന്നെ പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. 10 കിലോമീറ്റർ ഉണ്ടല്ലോ, വല്ല 2 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ നടന്നിട്ട് പോയായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഒരു വണ്ടീനെ പോലും കാണുന്നില്ല. അതാണ് മെയിൻ കാര്യം. എന്താ എനിക്ക് തോന്നി ഇത് ഒരു മെയിൻ റോഡല്ല, ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാത്രമുള്ള ഒരു വഴിയാണെന്നാ തോന്നുന്നത്. പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു ബസ് വന്നിട്ടുണ്ടേ. ഇത് തായ്ലൻഡ് ബോർഡറിലേക്ക് പോകുന്നൊരു ബസ്സാണ്. അപ്പോൾ ഇതിലിനി കയറാം. ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തേ ഒരാൾക്ക് 1.5 റിങ്കറ്റാണ് ആയത് കേട്ടോ. 3 റിങ്കറ്റ് ടോട്ടലായി. അതായത് 10 കിലോമീറ്ററിൽ ആകെ പോകാനുള്ളൂ. ഈ വെയിലത്ത് നടക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ രാവിലെ 10 മണിയായാൽ തന്നെ നല്ല ചൂട് തുടങ്ങും. വൈകുന്നേരം ഒരു 5 മണി വരെ ശക്തമായ ചൂട് തന്നെയാണ്. പിന്നെ നല്ല വഴികൾ തന്നെയാണ് ബോർഡർ ഭാഗത്തേക്ക് ആയാലും. ഈ ബസ് ഇപ്പം കോട്ട ബാഹൂർ നിന്ന് വരുന്ന വണ്ടിയാണ്. അവിടുന്ന് തുമ്പാറ്റ് വഴി നേരെ ബോർഡറിലേക്ക്. അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് മലേഷ്യ തായ്ലൻഡ് ബോർഡറായ പെൻകലൻ കുബോർ എന്ന ഒരു സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ബോർഡറിൻ്റെ വ്യൂ കാണണം. അതിന് പറ്റിയ സ്ഥലം ഏതാണെന്ന് ആദ്യം നോക്കട്ടെ. കുറച്ച് മുന്നിലേക്ക് പോയി നോക്കാം. ഈ ബോർഡറിൻ്റെ ഇവിടെ ഉള്ളത് ഗോലോക്ക് പുഴയാണ്. അപ്പോൾ ഈ ഒരു ചേട്ടൻ ഞങ്ങളോട് എന്തൊക്കെയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. നേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ഗോലോക്ക് പുഴയില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് നമ്മുടെ തായ്ലൻഡാണ്, തക് ബായ്. ഈ തക് ബായിലേക്ക് കടക്കാൻ അവിടുന്ന് ഫെറി സർവീസൊക്കെ ഉണ്ട്. അതങ്ങ് അവിടെയാണ് ആ ഫെറി ടെർമിനൽ. ഒന്നും ഇവർക്ക് തമിഴ് ഒന്നും അറിയില്ല അല്ലേ? അവരെന്തല്ലോ പൈസക്ക് വേണ്ടിട്ടാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഒഴിവാക്കി വിട്ടു. കാരണം ആ ഭാഗത്ത് ഇത് 2 രാജ്യങ്ങളല്ലേ. അതെ, പോയി അവിടെ ഇമിഗ്രേഷന്റെ വലിയ ബോർഡൊക്കെ ഉണ്ട്. വേണ്ടാതെ കയറിയിട്ടുണ്ടെങ്കിൽ പണി വരുന്ന പണിക്കണ്ട. നമുക്ക് ഇവിടെ തന്നെ ആ ഒരു തായ്ലൻഡിന്റെ ആ ഒരു കാഴ്ച കാണാം. അത് തന്നെയാണ് തായ്ലൻഡ്. പക്ഷെ ഇവിടെ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലം വേണമായിരുന്നു. ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഭാഗത്തിന്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. മലേഷ്യ തായ്ലൻഡ് ഈ ഒരു കറുത്ത ലൈനാണ് ബോർഡർ വരുന്നത്. നേരത്തെ ഈ ഒരു ബോർഡറിന്റെ, അതായത് ഈ ഒരു ഭാഗത്തെ കെട്ടിടത്തിന്റെ കാഴ്ചയൊക്കെ കാണിച്ചില്ലേ? അതായത് ഇതാ ഇത്ര അടുത്താണ് നമ്മളുള്ളത്. ശരിക്കും
തായ്ലൻഡിലേക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഫെറി മാർഗം പോകാൻ പറ്റും. ഇവിടെ സിം എടുക്കാനും കറൻസി എക്സ്ചേഞ്ചിന് ഒരു കടയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പും ഉണ്ട്. ഇനിയിപ്പോൾ തുംപാറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കുള്ള ബസ് ഇതാണ്. ഇവിടുന്ന് ഓരോ 1 മണിക്കൂർ കൂടുമ്പോഴാണ് ബസ് ഉള്ളത്. 2:45 തായ്ലൻഡിൻ്റെ ഈ ഒരു ബോർഡറിന് ഇതാ നമ്മൾ പുറപ്പെടുകയാണ്. തായ്ലൻഡിലേക്കൊക്കെ നമുക്ക് എന്തായാലും പിന്നീട് ഒരിക്കലും പോവാം. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് യാത്ര. അങ്ങനെ കൊട്ടാബാറുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ടിതാ ഈ ബസ് ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിൽ നിന്ന് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് കണ്ട സമയത്ത് തന്നെ അവർക്ക് വേറൊരു പ്രശ്നമൊന്നുമില്ല, അപ്പം തന്നെ തിരിച്ചു തന്നു കേട്ടോ. ജസ്റ്റ് ആ കവറൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയതേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു ബോർഡറിൻ്റെ ഭാഗത്ത് പോയപ്പോൾ ഒരു പുള്ളിക്കാരൻ ഞങ്ങളെ വ്യൂ പോയിന്റ് കാണിച്ചു തരാം, ഫോട്ടോ എടുക്കേണ്ട സ്ഥലം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ആദ്യം കൊണ്ടുപോയിണ്ടായി. നേരെ കൊണ്ടുപോയത് ഇമിഗ്രേഷൻ്റെ ഭാഗത്തേക്കാണ്. ശരിക്കും പറഞ്ഞാൽ 2 രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ പറ്റിക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നേരെ അതിൻ്റെ അകത്തേക്ക് പോയി അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ ഒരു ഫെറിയുമായിട്ട് ബന്ധപ്പെട്ടില്ല ഏതൊരു ആളാന്ന് തോന്നല്ലേ. അതുപോലെ തന്നെ എന്തോ ഒരു ഏജന്റ് പോലെ പൈസ ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ക്യാഷ് എന്നൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു സംശയം മനസ്സുകൊണ്ട് തന്നെ നമ്മളെന്താ അത് ഒഴിവാക്കി. പിന്നെ മനു പറഞ്ഞ പോലെ തന്നെയാണ് വീഡിയോഗ്രാഫിക്ക് അവിടെ ഭയങ്കര ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണല്ലോ. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും എന്താ പറയുക, സിംഗപ്പൂർ അതിർത്തിയിൽ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് മലേഷ്യയിലെത്തി ഒരുപാട് കാടുകൾ വഴി യാത്ര ചെയ്ത് ഫൈനലി തായ്ലൻഡ് ബോർഡറിന്റെ അവിടെ വരെ എത്തി. ഇനിയിപ്പം ഞങ്ങൾ നേരെ ട്രെയിൻ കയറി ഗമാസ് എന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഇനിയിപ്പോൾ വൈകുന്നേരം സമയമുള്ളൂ. ഏകദേശം ഒരു 5 മണിക്കൂറോളം ഇവിടെ ഇനിയിപ്പോൾ വെയിറ്റിംഗ് ആണ്. ഈ നട്ടുച്ച സമയത്ത് ഇനിയിപ്പോൾ വേറെ എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, ഈ ഒരു കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മാറ്റേഴ്സിനോടൊന്നിലേക്കും ബൈ.